Once upon a time, there lived a വേട്ടക്കാരൻ in Ironwood Forest. വേട്ടക്കാരൻ്റെ പേര് ജോ എന്നായിരുന്നു. ആ വേട്ടക്കാരനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്തൊക്കെ കയ്യിലുണ്ട് വേട്ടയാടാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങനെ പോകുന്നതെന്നൊന്നും ചിന്തിക്കില്ല. ചുരുക്കി പറഞ്ഞ ഒരു എടുത്തുചാട്ടക്കാരൻ. ഈ വേട്ടക്കാരൻ എല്ലാ ദിവസവും വേട്ടയാടാൻ പോകുമ്പോൾ ഏതെങ്കിലും ഒരു കുഴി ചെന്ന് ചാടും. പക്ഷേ ഇന്ന് ചാടിയ കുഴി അവൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. ഒരാടിൻ്റെ സൗണ്ട് അല്ലേ അത്? വാവ്, നല്ല ജ്യൂസി ആട്. വേട്ടയാടി കളയാം. തോക്കെടുത്തേക്കാം. ആടെ അവിടെ നിൽക്കോട്ടാ. നിന്നോട്ടം വരെയാക്കും, അല്ലെങ്കിൽ വെടിവെക്കും ഞാൻ. ഉന്നം തെറ്റിയല്ല, ഒന്നും കൂടെ വെടിവെക്കാം. നിന്നോട്ടാ. ഓ, വീണ്ടും ഉന്നം തെറ്റി. വീണ്ടും തെറ്റി. ആട് അമ്മേ. ഇതേതാ സ്ഥലം? ഞാനങ്ങനെ ഇവിടെ എത്തി? ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അത് പുകയല്ലേ? ഇതെന്താ സ്ഥലം? ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരാണ്ടത്? എവിടെ എവിടെ ഏതാണ്? എവിടെയാണ് നിൽക്കണ? ഏതാണ്? ആരാണ്? ചേട്ടാ, എൻ്റെ തോക്കൊന്നുമില്ല. തോക്കൊന്നും ഞാൻ പിടിയൊക്കെ. പക്ഷേ എൻ്റെ തോക്കുണ്ട്. ചേട്ടാ, ഞാനൊരു വേട്ടക്കാരനാണ്. കൊള്ളക്കാരെന്നാ ഉദ്ദേശിക്കുന്നത്? അടുത്ത് അടുത്ത് മാറാ വെടിയൊക്കെ ഞാൻ. ചേട്ടാ, ഞാൻ വെള്ളത്തിൽ നിന്ന് വീണിട്ട് വന്നാണ്. ഇപ്പോൾ ഒരു അടിപൊളി സ്റ്റോറി. പിന്നെ അടുത്ത സ്റ്റോറി പറ. അല്ല, ഞാൻ വേട്ടക്കാരനായതുകൊണ്ട് ഒരു ആടിനെ ഓടിച്ചിട്ടപ്പോ വെള്ളത്തിലേക്ക് സൂപ്പർ സ്റ്റോറി. പിന്നെ അടുത്ത സ്റ്റോറി. ചേട്ടാ, സത്യമാണ് ചേട്ടാ. ചേട്ടാ, എനിക്ക് വിശക്കണ വല്ല ഉണ്ടാ? നോക്കട്ടെ. അതിരിക്കട്ടെ. എൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ജോ. സ്നേഹമുള്ളവര് ജോ കുട്ടെന്ന് വിളിക്കും. എന്നാ എൻ്റെ ഒരു ഇറച്ചിയുടെ ഉണ്ട്, അതായത് കഴിച്ചോ. എൻ്റെ അടുത്തേക്ക് പോലെ ഞാൻ മാറിക്കളാൻ ഇങ്ങോട്ട്. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ആൻഡ്രൂ കാർഫിയൽ. ആൻഡ്രൂ. എന്നാ വെടി. എൻ്റെ അടുത്തേക്കൊന്നല്ല, തോക്കച്ച് വെടി വെക്കും ഞാൻ. ചേട്ടാ, എൻ്റെ ഡ്രസ്സ് നനഞ്ഞിരിക്കണേ. ഇടാമ്പല്ലോ കിട്ടും. എനിക്ക് ഡ്രസ്സ് ഉണ്ട്, പക്ഷേ ഞാനെന്തൊരു വേട്ടക്കാരനല്ല, ഡ്രസ് വിൽക്കാൻ ആളല്ല. എന്നാലും എന്താ പൊക്കോ, ആ വീട്ടിലേക്ക് ഇറക്കി അവിടെ ഉണ്ടാവും. താങ്ക് യു ആൻഡ്രൂ. തൊപ്പിയതാ. എന്താണ് ആൻഡ്രൂ? മഴ കിടങ്ങി നടക്കണം കേട്ടാ. അത് പിന്നെ നീലേക്ക് പോയി. ആൻഡ്രൂ അതില്ലേ? ആൻഡ്രൂ വേട്ടക്കാരനല്ലേ? ഞാൻ ഈ ചീഴം പോലെ പറഞ്ഞ വേട്ടക്കാരനാണെന്ന്. അപ്പൊ ഈ അയൺവുഡ് ഫോറസ്റ്റിലേക്ക് ഉള്ള വഴി അറിയോ? എനിക്കറിയില്ല. അതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ? അടുത്തുള്ള വല്ല വില്ലേജിൽ പോയപ്പോ മാപ്പ് കിട്ടും അങ്ങോട്ടേക്ക്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ കൂടിക്കോട്ടെ? ആൻഡ്രൂ എന്തിനാണ് ഈ തൊപ്പി എൻ്റെ വാങ്ങിച്ചത്? വില കൂടി തൊപ്പിയുണ്ട്. ഈ തൊപ്പി എൻ്റെ വീട്ടിലിരിക്കണ്ട്. എന്നത്തെ കൊണ്ടുവരായിരുന്നു. ഞാൻ വെള്ളത്തിൽ മുങ്ങിയിട്ടാ വന്നേ. എനിക്ക് തിരിച്ചു പോകാനുള്ള വഴി അറിഞ്ഞൂടാ. തിരിച്ചു ചെന്നിപ്പോ കൂടെ ശല്യം. ഞാൻ വന്നപ്പോ ബോധം പോയി. ബോധോ? ചേട്ടാ, എനിക്ക് ഈ സ്ഥലം അത്ര പരിചയമില്ല. ഇതൊക്കെ ഏത് സ്ഥലമാണെന്ന് എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. എനിക്കറിയില്ല. ഏതോ കാട്ടിൻ്റെ ഇടയിൽ വന്ന് സ്റ്റെൻഡ് അടിച്ച്. ചേട്ടനൊരു വില്ലേജ് പറഞ്ഞില്ല, അത് എവിടെയായിട്ട് വരും? അത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി കേട്ട് വരും. അപ്പൊ ചേട്ടൻ അറിഞ്ഞൂടെ വില്ലേജ് എവിടെയാണ്? എനിക്കറിയില്ല. മാപ്പിട്ട് പോവാ. ഓ, ഓക്കെ. പിന്നെ ഒരു കാര്യം. എന്താ? എൻ്റെ തൊപ്പിൻ്റെ ബാക്കിലുള്ള ബാക്ക് സ്റ്റോറി അറിയോ? ഇല്ല. ഇതൊരു കറുത്ത പുലിയിൽ നിന്ന് ഉണ്ടാക്കിയതാ. കറുത്ത പുലിയോ? പാന്തറാണോ? എനിക്ക് പേരൊന്നും അറിയില്ല. അല്ല, കറുത്ത പുലിയാണ്. ചേട്ടാ, ഞാനൊരു കാര്യം പറട്ടെ, ഇനിയും ഫുഡ് ഉണ്ടാവോ? തീറ്റപ്പുണ്ടാകുന്ന തീറ്റ കണ്ടാത്തൊന്നുമില്ല ഇങ്ങനെ തിന്നു. പിന്നെ ഒരു കാര്യം, എന്തെങ്കിലും ചേടി ഓടാറിയോ? ഓടാനൊക്കെ അറിയാം, ഞാൻ വേട്ടക്കാരനല്ലേ. കുതിരപ്പുറത്ത് ഓടാറിയോന്ന് ചോദിച്ചാ? കുതിരേനെ എന്തിനാ കൊല്ലാനാണ്? അല്ല, കുതിരേനെ ബാർബിക്ക് അടിച്ച്
ആ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന്. തീറ്റ മാത്രം. എന്തായാലും ഇത് വിട്. ഇന്നലെ അവിടെ എവിടെയും പോയി വെച്ച് കുതിരനെ കാണും. എൻ്റെ കയ്യിൽ ഇച്ചിരി സാഡജ് ഇതൊക്കെ കിടക്കുന്നുണ്ട് കയ്യിൽ നിന്ന് അവിടുത്തോ. ഓ ടേമാക്കാനായിരുന്നാ? അല്ല ടാമാക്കാൻ എന്തൊക്കെയാണ് ഈ പറയണത്. ആ ശരി വിട്ടോ. അപ്പോൾ ശരി. ചേട്ടാ ഈ ടെന്റിന്റെ ബാക്കിലൊരു കുതിര. അത് എൻ്റെയാണത്. തൊട്ടാ കൈ വെട്ടുമ്പോൾ നീ